ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് അപരാധ് എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഇത് ശ്രീ ഉദയ് പ്രകാശ് എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. റൈറ്ററുടെ തന്നെ കുട്ടിക്കാലത്തെ ഒരു സംഭവമാണ് ഈ കഥയിൽ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടക്കാം. अपराध। मेरे भाई मुझसे 6 साल बड़े थे। आश्चर्य था कि पूरे गांव में सभी लड़के मुझसे 6 वर्ष बड़े थे। मैं इसीलिए सबसे छोटा था और अकेला था। सब खेलते तो उनके पीछे मैं लग जाता. റൈറ്ററുടെ ബ്രദർ അദ്ദേഹത്തെക്കാൾ 6 വയസ്സ് മുതിർന്നതായിരുന്നു. ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യമാണ്, ആ ഗ്രാമത്തിലെ എല്ലാ ആൺകുട്ടികളും റൈറ്ററേക്കാളും 6 വയസ്സിന് മുതിർന്നതായിരുന്നു. ആ ഗ്രൂപ്പിൽ റൈറ്ററായിരുന്നു ഏറ്റവും ചെറിയ കുട്ടി. അതുകൊണ്ട് തന്നെ എപ്പോഴും അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. എല്ലാവരും കളിക്കും, അപ്പോൾ എല്ലാവരുടെയും പിന്നാലെ ഓടലാണ് റൈറ്ററുടെ പണി. मेरे भाई बचपन से अपाहिज थे। उनके एक पैर को पोलियो हो गया था. എൻ്റെ ചേട്ടൻ ചെറുപ്പം മുതലേ അംഗവൈകല്യമുള്ള ഒരാളാണ്. അപാഹിജ് എന്ന് വെച്ചാൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള. അദ്ദേഹത്തിന്റെ ഒരു കാലില് പോളിയോ ബാധിച്ചിരുന്നു. लेकिन वे बहुत सुंदर थे, देवदाओं की तरह. वे आसपास के कई गांवों में सबसे अच्छे तैराक थे और उनको हाथ के पंजों की लड़ाई में कोई नहीं हरा सकता था. घूसे से नारियल और ईंटें तोड़ देते थे, जबकि मैं दुबला पतला था, कमजोर और चिड़चिड़ा. मुझे अपने भाई से ईर्ष्या होती थी क्योंकि उनके बहुत सारे दोस्त थे. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറയുന്നത് റൈറ്ററും റൈറ്ററിന്റെ ബ്രദറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, എന്താണ്, റൈറ്ററിന്റെ ബ്രദറിന് ഒരു കാലിൽ പോളിയോ ബാധിച്ചതാണ്. പക്ഷേ എന്നാൽ കൂടിയും അദ്ദേഹം വളരെ സുന്ദരനായിരുന്നു. ദേവന്മാരെ പോലെയുള്ള സൗന്ദര്യമുണ്ട് എന്നാണ് റൈറ്റർ പറയുന്നത്. അതുപോലെ തന്നെ അടുത്തുള്ള എല്ലാ ഗ്രാമങ്ങളിലും കൂടി നോക്കുകയാണെങ്കിലും അവിടെ ഏറ്റവും നല്ല തേരാഗ്, സ്വിമ്മർ, ഏറ്റവും നന്നായിട്ട് നീന്തുന്ന കുട്ടിയായിരുന്നു റൈറ്ററുടെ ബ്രദർ. ഹാത്ത് കെ പഞ്ചോ കി ലഡായി എന്ന് പറഞ്ഞാൽ മൽപിടുത്തം, അതിലും അദ്ദേഹം വളരെ വിദഗ്ധനായിരുന്നു. അതുകൂടാതെ തന്നെ ഒറ്റയടിക്ക് നാളികേരം അതുപോലെ തന്നെ ഇഷ്ടികയൊക്കെ പൊട്ടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, അത്രയും ശക്തി ഉണ്ടായിരുന്നു. അതേസമയം റൈറ്റർ ആണെങ്കിൽ ദുബ്ല പത്ല, വളരെ മെലിഞ്ഞിട്ടുള്ള, കംസോർ, വീക്കായിട്ടുള്ള, ചിടിച്ചിട, അതായത് എപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ റൈറ്ററിന് ചേട്ടനോട് എപ്പോഴും അസൂയ, ദേഷ്യമെല്ലാം തോന്നുമായിരുന്നു. मैं सबसे छोटा था, इसलिए मैं भाई के लिए एक उत्तरदायित्व की तरह था. वे मुझसे प्यार करते थे और मेरे प्रति उनका रुख एक संरक्षक के जिम्मेदारी जैसा था. അതായത് ഈ റൈറ്റർ ഗ്രൂപ്പിൽ വെച്ച് ഏറ്റവും ചെറുതായതുകൊണ്ട് തന്നെ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ റൈറ്റർ എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, ഉത്തരദായിത്വ റെസ്പോൺസിബിലിറ്റി. ചേട്ടൻ റൈറ്ററെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ റൈറ്ററിനോടുള്ള ചേട്ടന്റെ പെരുമാറ്റം ഒരു സംരക്ഷകനെ പോലെയായിരുന്നു. सब खेलते और मैं छोटा होने के कारण अकेला पड़ जाता तो भाई आकर मेरी मदद करते. जोड़ी और पाली वाले कई खेलों में वे मुझे अपनी पाली में शामिल कर लेते थे. അപ്പോൾ റൈറ്റർ ഏറ്റവും ചെറുതായതുകൊണ്ട് തന്നെ എപ്പോഴും ഒറ്റപ്പെടുമായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ജോഡി ഓർ പാലി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇങ്ങനെ പെയറായിട്ട് കളിക്കുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് കളിക്കുന്ന ഗെയിംസിലൊക്കെ തന്നെ ചേട്ടന്റെ ടീമിൽ റൈറ്ററിനെ ഉൾപ്പെടുത്തും. कोई दूसरा लड़का अपनी पाली में मुझे शामिल करके हार का खतरा नहीं उठाना चाहता था. अक्सर भाई मेरी वजह से ही हारते थे. മറ്റുള്ള ബോയ്സ് ഒന്നും തന്നെ റൈറ്ററിനെ അവരുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തോൽക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. പലപ്പോഴും, അക്സർ എന്ന് പറഞ്ഞാൽ ഓഫൻ, മിക്കവാറും ചേട്ടന്റെ ടീം തോൽക്കുന്നതിന്റെ കാരണം ഈ റൈറ്റർ അതിലുണ്ടായിരുന്നതാണ്. കാരണം ചെറിയ കുട്ടിയല്ലേ, അപ്പം മറ്റുള്ള ബോയ്സിനോടൊപ്പം കമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. फिर भी वे मुझसे कभी कुछ नहीं कहते थे. मैं उनकी जिम्मेदारी था और वह उसे निभाना चाहते थे. जहाँ तक मुझे याद है उन्होंने कभी मुझे नहीं मारा. അപ്പം ഇത്രയൊക്കെ ഉണ്ടായാലും ചേട്ടൻ റൈറ്ററെ വഴക്കൊന്നും പറയാറില്ല, ഒന്നും ചെയ്യാറൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, അത് നന്നായി തന്നെ നിഭാനാന്ന് വെച്ചാൽ നിർവഹിക്കുകയും ചെയ്തിരുന്നു ചേട്ടൻ. പിന്നെ റൈറ്ററിന് ഓർമ്മയുള്ളിടത്തോളം
ഈ ചേട്ടൻ ഒരിക്കലും അദ്ദേഹത്തെ അടിച്ചിട്ടില്ല. जो कुछ मैं बताने जा रहा हूँ उसका संबंध बाई और मुझसे ही है. यह बहुत महत्वपूर्ण घटना है, ऐसी घटना जो जीवन भर आपका साथ नहीं छोड़ती और अक्सर स्मृति में बीच बीच में कहीं अचानक सुलगने लगती है, किसी अंगारे की तरह. ഇനി പറയാൻ പോകുന്ന സംഭവം ലേഖകന്റെയും ജ്യേഷ്ഠന്റെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ സംഭവം എന്ന് പറഞ്ഞാല് ജീവിതത്തില് ഉടനീളം ഒരിക്കലും റൈറ്ററിനെ വിട്ടുപോകാത്ത ഒരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ തീക്കനൽ പോലെ ജ്വലിക്കുന്ന, അതിൽ നിന്ന് സ്പാർക്സ് വരുന്ന അങ്ങനത്തെ ഒരു സംഭവമാണിത്. അതായത് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം റൈറ്ററിന് ഒരുപാട് കുറ്റബോധം, വിഷമം എല്ലാം ഉണ്ട്. അത് മറക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. हुआ उस दिन यह कि मैं भाई के साथ खेलने गया. उस दिन बारिश हो चुकी थी और शाम की ऐसी धूप फैली हुई थी जो शरीर में उल्लास भरा करती है. ऐसे में कोई भी खेल बहुत तेज, गतिमय और सम्मोहक हो जाता है. അപ്പോൾ ഒരു ദിവസം ലേഖകൻ ചേട്ടൻ്റെ കൂടെ കളിക്കാനായിട്ട് പോയി. അന്നാണെങ്കിൽ മഴ പെയ്ത് തീർന്നിരുന്നു. ഈവനിങ് ആയപ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള വെയിലേ ഉള്ളൂ. കളിക്കാനായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സമയത്ത് ഇത്രയും കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള വെയിലും എല്ലാം ഉള്ള സമയത്ത് ഏത് കളിയും വളരെ ഉല്ലാസം നിറഞ്ഞതും അതുപോലെ തന്നെ വളരെ സ്പീഡുള്ളതായിട്ട് മാറും. സബി ലഡ്കെ ഖഡബ്ബൽ ഖേൽ രഹേ ഥേ. ഖഡബ്ബൽ വെച്ചാല് കുട്ടിയും കോലും, എല്ലാവരും അത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. लकड़ी की छोटी छोटी डंडियां हर लड़के के पास थी. पूरी ताकत से खडब्बल को जमीन पर आगे की ओर गति देते हुए सीधे मारा जा रहा था. മരത്തിന്റെ കഷ്ണങ്ങൾ, ചെറിയ ചെറിയ വടികൾ ഓരോ ബോയുടെ കയ്യിലും ഉണ്ടായിരുന്നു. അതിനെ ഫുൾ താക്കത്ത്, ഫുൾ സ്ട്രെങ്ത് എടുത്തിട്ട് നിലത്തേക്ക് മുന്നിലോട്ട് നോക്കിയിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ताकत और संवेग से नम धरती पर गिरा हुआ खडब्बल गुलाटियां खाते हुए बहुत दूर तक जाता था. അപ്പൊ ഇത്രയും സ്ട്രോങ് ആയിട്ട് എറിയുന്നത് കൊണ്ട് തന്നെ, അത്രയും സ്പീഡിൽ എറിയുന്നത് കൊണ്ട് തന്നെ ഈ ഖഡബ്ബല് തിരിഞ്ഞു മറിഞ്ഞ് കുറെ ദൂരത്തേക്ക് പോവായിരുന്നു. മുജ്മേ ना इतनी ताकत थी ना मैं इतना बड़ा था कि खडब्बल उतनी दूर तक पहुंचाता, जबकि वहां एक होड़, एक प्रतिद्वंदिता शुरू हो चुकी थी. റൈറ്ററിന് ഇത്രയും സ്ട്രെങ്ത് ഒന്നും ഇല്ല ഈ ഖഡബ്ബൽ ഇത്രയും ദൂരത്തേക്ക് എറിയാൻ മാത്രമായിട്ടുള്ളത്. അതേസമയം അവിടെ ഒരു ഹോഡ്, ഒരു പ്രതിദ്വന്ദിത, അതായത് അവിടെ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞിരുന്നു. कोई भी हारना नहीं चाहता था. यह एक ऐसा खेल था जिसमें कोई पाली नहीं होती, कोई किसी का जोड़ीदार नहीं होता, हर कोई अपनी अकेली क्षमता से लड़ता है. ഇതൊരു പ്രത്യേകതരം കളിയാണ്. എന്താന്ന് വെച്ചാൽ ഇതില് ജോഡിദാറില്ല, അതായത് നമുക്കൊരു പാർട്ട്ണർ ഇല്ല. നമ്മൾ പെയറായിട്ടല്ല കളിക്കുന്നത്, അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടല്ല കളിക്കുന്നത്. ഓരോരുത്തരും അവരുടെ ക്ഷമത, അവരുടെ സ്വന്തം കഴിവ്, അവരുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചാണ് കളിക്കുന്നത്. ഭായി भी उस खेल में डूब गए थे. वे कई बार पिछड़ रहे थे, इसलिए गुस्से और तनाव में और ज्यादा ताकत से खडब्बल फेंक रहे थे. അപ്പോൾ ഈ കളിയിലാണെങ്കിൽ ഭായിയും മുഴുകിക്കഴിഞ്ഞിരുന്നു. ഡൂബ് ജാന, മുഴുകുക. ചില സമയത്ത് അദ്ദേഹം ബാക്കിലോട്ട് പോകുന്നുണ്ട്, അതായത് സ്കോർ കുറയുന്നുണ്ട്. പിച്ചടിനാന്ന് വെച്ചാൽ പുറകിലോട്ട് പോവുക. അതുകൊണ്ട് തന്നെ ഗുസ്സ, ദേഷ്യം, അതുപോലെ തന്നെ തനാവ്, ആ ഒരു സ്ട്രെസ് കാരണം കൂടുതൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഖഡബ്ബൽ എറിയായിരുന്നു. वे मुझे भूल चुके थे और मैं अकेला छूट गया था. 6 वर्ष पीछे, कमजोर. उस दिन उस खेल में शामिल होने के लिए मुझे 6 वर्षों की दूरी पार करनी पड़ती जो मैं नहीं कर सकता था. അന്നാണെങ്കിൽ ചേട്ടൻ റൈറ്ററെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മറന്നേ പോയി. അദ്ദേഹം ഒറ്റയ്ക്കായി. അക്കേല ഛൂട്ട് ജാന എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാവുക. 6 വർഷം പിന്നിലോട്ട് പോയി അദ്ദേഹം. കംസോർ, വീക്കായിട്ടുള്ള. അന്നത്തെ ആ ഒരു കളിയില് ഷാമിൽ ഹോനേക്കലിയെ പങ്കെടുക്കാനായിട്ട് അദ്ദേഹത്തിന് 6 വർഷത്തെ ദൂരം മറികടക്കേണ്ടതായിട്ട് ആവശ്യമായിരുന്നു. അത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹം മറ്റു ബോയ്സിനേക്കാളും 6 വയസ്സ് ताड़ेण. भाई जीतने लगे थे. उनका चेहरा खुशी और उत्तेजना में दहक रहा था. उन्होंने एक बार भी मेरी ओर नहीं देखा. वे मुझे पूरी तरह भूल चुके थे. ചേട്ടൻ ജയിക്കാൻ പോവാണ്. അപ്പോൾ ചേട്ടന്റെ മുഖത്ത് ആ സന്തോഷം കാണാനുണ്ടായിരുന്നു.
ഒരു പ്രാവശ്യം പോലും ചേട്ടൻ തിരിഞ്ഞ് റൈറ്ററിനെ നോക്കിയില്ല, അനിയനെ നോക്കിയില്ല. മൊത്തമായിട്ടും ആ കളിയിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ചേട്ടൻ അനിയനെ മറന്നുപോയി. മുझे पहली बार यह लगा कि मैं वहाँ कहीं नहीं हूँ. അപ്പൊ റൈറ്ററിന് ആദ്യമായിട്ട് തോന്നി ഞാൻ അവിടെ ഒന്നും തന്നെ ഇല്ല, എനിക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല. मुझे रोना आ रहा था और बाई के प्रति मेरे भीतर एक बहुत जबरदस्त प्रतिकार पैदा हो रहा था. मैं अपने खडब्बल को अकेला अलग खड़ा हुआ एक पत्थर पर पटक रहा था. मैं ईर्ष्या, आत्महीनता, उपेक्षा और नगण्यता की आंच में झुलस रहा था. റൈറ്ററിനാണെങ്കിൽ കരച്ചിൽ വരുന്നു. അതുപോലെ തന്നെ ചേട്ടനോട് ഉള്ള ഒരു ദേഷ്യം, പ്രതികാരം ഒക്കെ മനസ്സിൽ ഉണർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ റൈറ്റർ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒറ്റയ്ക്ക് മാറി നിന്നിട്ട് ഈ ഖഡബല്ലെടുത്ത് ഒരു പത്ഥർ, ഒരു കല്ലില് പട്ടക്നാന്ന് വെച്ചാല് അടിക്കുക, അങ്ങനെ അടിക്കുക അല്ലെങ്കിൽ എറിയാന്ന് പറയാം നമുക്ക്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലാണെങ്കിൽ ഈർഷ്യ, അസൂയ, അതുപോലെ തന്നെ ആത്മഹീനത എന്ന് വെച്ചാല് അപകർഷത, അതുപോലെ തന്നെ അനാദരവ്, നിസ്സാരത, ഇങ്ങനത്തെയൊക്കെ ഫീലിങ്സ് ആണ് റൈറ്ററിന്റെ മനസ്സിൽ വരുന്നത്. तभी अचानक मेरा खडब्बल चट्टान से टकराकर उछला और सीधे मेरे माथे पर आकर लगा. माथा फूट गया और खून बहने लगा. मैं चीखा तो बाई मेरी ओर दौड़े. खेल बीच में ही रुक गया था. അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഖഡബല്ലെടുത്തിട്ട് ഒരു കല്ലിന്റെ മുകളിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു റൈറ്റർ. അപ്പോൾ ആ കല്ലിന്റെ മുകളിൽ തട്ടിയിട്ട് എന്ത് ചെയ്തു, അത് തെറിച്ച് ഇദ്ദേഹത്തിന്റെ മാഥ, നെറ്റിയിൽ വന്ന് അടിച്ചു. അതോടെ തന്നെ അദ്ദേഹത്തിന്റെ നെറ്റി പൊട്ടി. മാഥ ഫൂട്ട് ജാനാന്ന് വെച്ചാല് നെറ്റി പൊട്ടുക, എന്നിട്ട് അതിൽ നിന്ന് ബ്ലഡ് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ റൈറ്റർ നിലവിളിച്ചു, ചീക്ന, നിലവിളിക്കുക. അത് ആ ശബ്ദം കേട്ടിട്ട് ചേട്ടൻ കളി പകുതി വെച്ച് നിർത്തിയിട്ട് തിരിച്ചു വന്നു. क्या हुआ भाई घबरा गए और मेरे माथे को अपने हथेली से दबा रहे थे. मेरा गुस्सा मिटा नहीं था. मैं बाई को अपनी उपेक्षा का दंड देना चाहता था. അപ്പോൾ എന്തു പറ്റി എന്ന് പറഞ്ഞിട്ട് ചേട്ടനാണെങ്കിൽ ആകെ പരിഭ്രമിച്ചു. ഗബ്രാന, പരിഭ്രമിക്കുക, വെറീഡ് ആവുക. എന്നിട്ട് ഈ റൈറ്ററിന്റെ നെറ്റി കൈന്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്താനായിട്ട് തുടങ്ങി. ആ സമയത്താണെങ്കിലോ റൈറ്ററിന്റെ ദേഷ്യം മാറിയിട്ടില്ല. റൈറ്ററിന്റെ മനസ്സിലാണെങ്കിൽ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാണ്ടിരുന്നതിനുള്ള ദണ്ഡ്, ഒരു പണിഷ്മെന്റ് ചേട്ടന് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. मैंने भाई को झटक दिया और खुद को छुड़ाकर घर की ओर भागा. भाई डर गए थे और दौड़कर मुझे मनाना चाहते थे, लेकिन उनका दायां पैर पोलियो का शिकार था, इसलिए वे मेरे साथ दौड़ नहीं सकते थे. उन्होंने लंगड़ाकर दौड़ने की कोशिश भी की, लेकिन वे गिर गए. അപ്പോൾ റൈറ്ററുടെ മനസ്സിൽ ഇപ്പോഴും ദേഷ്യമുള്ളതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചേട്ടനെ ജട്ടക് ദി, അതായത് തട്ടി മാറ്റിയിട്ട് സ്വയം അദ്ദേഹത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് വീടിന്റെ ഡയറക്ഷനിൽ ഓടാനായിട്ട് തുടങ്ങി. അപ്പോഴാണെങ്കിൽ ചേട്ടന് പേടിയായി. ചേട്ടനും പുറകിൽ ഓടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ദായേ പേർ, അതായത് റൈറ്റ് ലെഗിലാണ് പോളിയോ ബാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടന് റൈറ്ററുടെ ഒപ്പം ഓടിയെത്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ലംഗ്ഡാക്കർ എന്ന് വെച്ചാൽ മുടന്തിക്കൊണ്ട്, ഇങ്ങനെ മുടന്തി അദ്ദേഹം ഓടാനായിട്ട് ശ്രമിച്ചു. പക്ഷെ റൈറ്ററിന്റെ ഒപ്പം എത്താൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം അവിടെ വീഴുകയും ചെയ്തു. मेरी कमीज खून से भीग गई थी. सिर के बाल खून से लितड़ गए थे. റൈറ്ററിന്റെ ക്ലോത്ത്സ് മൊത്തം ബ്ലഡില് മുങ്ങിയിരിക്കുകയാണ്. തലയിലെ മുടി മൊത്തം എന്താണ്, ബ്ലഡിൽ മുങ്ങിയിരിക്കുകയാണ്. माँ मुझे देखकर डर गई और रोने लगी. पिताजी घबराए हुए घाव पर पाउडर डालने लगे. അമ്മ റൈറ്ററിനെ കണ്ട് വളരെ അധികം പേടിച്ചു. അതുപോലെ തന്നെയാണ് അച്ഛനും ടെൻസ്ഡായി. എന്നിട്ട് റൈറ്ററുടെ മുറിവിലെ പൗഡർ, മുറിവ് ഉണങ്ങാനുള്ള പൗഡർ ഇടാനായിട്ട് തുടങ്ങി. मैंने रोते हुए माँ को बताया कि मुझे भाई ने खडब्बल से मारा है. അപ്പൊ റൈറ്റർ ആണെങ്കിലോ കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞു, എന്നെ ചേട്ടൻ ഖഡബ്ബൽ വെച്ച് അടിച്ചതാണെന്ന്. तभी मैंने देखा कि बाई लंगड़ाते हुए चले आ रहे थे अकेले. उनको आशंका हो गई होगी, वे डरे हुए. ആ സമയത്താണ് ചേട്ടൻ ഓടി വന്നത്. എങ്ങനെയാണ് ഓടി വരുന്നത്? മുടന്തിയിട്ടാണ് ഓടി വരുന്നത് കേട്ടോ, കാരണം കാലില് പോളിയുള്ളതുകൊണ്ട്. അപ്പൊ അദ്ദേഹം ആണെങ്കിൽ പേടിച്ചിട്ടുണ്ടാവും. അങ്ങനെ പേടിച്ച് കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നതാവും.
भाई बार बार कहते रहे कि मैंने इसे नहीं मारा, लेकिन पिताजी उन्हें पीटे जा रहे थे। भाई रो रहे थे, वे सच बोल रहे थे, लेकिन उन्हें सजा मिल रही थी. ഭായി ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനല്ല അവനെ അടിച്ചത് എന്ന്. പക്ഷെ പിതാജി എന്താണ്, ഭായിനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അനിയന്റെ തല അടിച്ച് പൊളിച്ചു, അങ്ങനെയാണ് വീട്ടുകാർ കരുതിയിരിക്കുന്നത്. അപ്പം അതല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ചേട്ടൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ചേട്ടനെ അച്ഛൻ പണിഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. सजा मिलना എന്ന് വെച്ചാൽ എന്താണ്? പണിഷ്മെന്റ് കിട്ടുക. मैंने भाई का चेहरा देखा, वे मेरी ओर देख रहे थे, उनकी आंखें लाल थी और उनमें करुणा और कातरता थी, जैसे वे मुझसे याचना कर रहे हों कि मैं सच बोल दूं. ഭായിയുടെ ചെഹര, മുഖം റൈറ്റർ കണ്ടു. അദ്ദേഹം റൈറ്ററിനെ നോക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അവയിലാണെങ്കിൽ കരുണയും ഭയവും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറയണമെന്ന് ആ കണ്ണുകൾ എന്നോട് യാചിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ലേക്കിൻ തബ് തക് ദേർ ഹോ ചുക്കി थी, उन्हें सजा मिल चुकी थी. फिर इतनी जल्द बात को बिल्कुल बदलना मुझे संभव भी नहीं लग रहा था. क्या पता पिताजी फिर मुझे ही मारने लगे, मैं डर रहा था. എന്നാൽ അപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. ദേർ ഹോന, വൈകുക. അദ്ദേഹത്തിന്, ചേട്ടന് സസ, പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത്രയും പെട്ടെന്ന് ഈ കാര്യം മൊത്തമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും മാറ്റി പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് റൈറ്ററിന് തോന്നിയില്ല. റൈറ്റർ കരുതുന്നത് ഇനി പെട്ടെന്ന് ഇത് ചേട്ടനല്ല ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്ററിന് പണിഷ്മെന്റ് കിട്ടുമോ എന്നുള്ളൊരു കാരണത്താൽ പേടിച്ചിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. यह घटना वर्षों पुरानी है, लेकिन भाई की वे कातर आंखें अब भी मुझे कभी कभी घूरने लगती है. അപ്പോൾ ഈ സംഭവം വർഷങ്ങൾ പഴക്കമുള്ളതാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. പക്ഷേ ഭായിയുടെ ആ കണ്ണുകൾ ഇന്നും എന്നെ തുറിച്ചു നോക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. घूरना, तुरछु नोकुगा. याचना करती हुई, सच बोलने की भीख मांगती हुई मेरी स्मृति में जब भी वे आंखें जाग उठती है, मेरी पूरी चेतना ग्लानि, बेचैनी और अपराध बोध से भर उठती है. ഓർമ്മയിൽ എപ്പോഴൊക്കെ ആ കണ്ണുകൾ ഉണരുന്നുവോ അപ്പോഴൊക്കെ എൻ്റെ ചേതന ഗ്ലാനി, ഉന്മേഷമില്ലായ്മ, അതുപോലെ അശാന്തി, കുറ്റബോധം ഇവയാലെല്ലാം നിറയുമായിരുന്നു. मैं अपने इस अपराध के लिए क्षमा मांगना चाहता हूँ, इस अपराध की सजा पाना चाहता हूँ, लेकिन अब तो माँ और पिताजी भी नहीं है जिनसे मैं यह बताऊँ कि उस दिन ठीक ठीक क्या हुआ था. അപ്പോൾ റൈറ്ററിന് ഇതിൽ വളരെയധികം കുറ്റബോധമുണ്ട് ഈ സംഭവത്തെ കുറിച്ചിട്ട്. അദ്ദേഹത്തിന് ഈ ഒരു അപരാധത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ ശിക്ഷ നൽകാനായിട്ടോ അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാനായിട്ടോ പിതാജിയും മാതാജിയും മായും ഇപ്പോ ഇല്ല. പിന്നെ ആരോടാണ് റൈറ്റർ പറയുക അന്ന് എന്താണ് ശരിക്കും നടന്നതെന്ന്? ഭായി ഹി മുझे ക്ഷമ കർ സക്തേ ഹൈ ജിനെ മേരെ ജൂട്ട് കാ ദണ്ഡ് ഭോഗ്നാ പടാ. ഭോഗ്ന എന്ന് വെച്ചാൽ സഹിക്കുക. അപ്പോൾ ഇനി എനിക്ക് ക്ഷമ നൽകാനായിട്ട് ഒരാളാണ് ഉള്ളത്. ആരാണ്? ഭായി മാത്രമാണ് ഉള്ളത്. അദ്ദേഹത്തിന് എൻ്റെ തെറ്റിന്റെ പണിഷ്മെന്റ് ആണ് അന്ന് കിട്ടിയത്. उनसे मैंने इस घटना का जिक्र भी करना चाहा, लेकिन उन्हें वह घटना याद ही नहीं, वे इसे बिल्कुल पूरी तरह भूल चुके हैं. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് ഈ ഇൻസിഡന്റിനെ കുറിച്ചിട്ട്, ഈ സംഭവത്തെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. സിക്ർ കർണമെന്ന് വെച്ചാൽ സൂചിപ്പിക്കുക, അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിനാണെങ്കിൽ ഈ സംഭവം ഓർമ്മയേ ഇല്ല, ഇത് കംപ്ലീറ്റ്ലി അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. तो इस अपराध के लिए मुझे क्षमा कौन कर सकता है? क्या यह ऐसा अपराध नहीं है जिसके बारे में लिया गया जो निर्णय था वह गलत और अन्यायपूर्ण था, लेकिन जिसे अब बदला नहीं जा सकता. അപ്പോൾ റൈറ്റർ ചോദിക്കുകയാണ്, ഈ അപരാധത്തിനു വേണ്ടി എനിക്ക് ആരാണ് ക്ഷമ നൽകുക? ഈ ഒരു അപരാധത്തെ കുറിച്ച് എടുത്ത ഒരു തീരുമാനം, നിർണയം എന്ന് വെച്ചാൽ തീരുമാനം, അത് തെറ്റായിരുന്നു, അതുപോലെ തന്നെ അന്യായപൂർണമായിരുന്നു. പക്ഷേ അത് ഇനി മാറ്റാൻ സാധിക്കുകയില്ലേ? ആ ഡിസിഷൻ ഇനി മാറ്റാൻ സാധിക്കുകയില്ലേ? और क्या यह ऐसा अपराध नहीं है जिसे कभी भी क्षमा नहीं किया जा सकता? അതോ ഒരിക്കലും
ക്ഷമ ലഭിക്കാത്ത ഒരു അപരാധമാണോ ഞാൻ ചെയ്തത്? ക്യോങ്കി ഇസ്സെ മുക്തി അബ് അസംഭവ് ഹോ ചുക്കി ഹെ. എന്തെന്നാൽ ഈ അപരാധത്തിൽ നിന്നും ഉള്ള മുക്തി ഇപ്പോൾ അസംഭവ്യമായിരിക്കുന്നു, ഇംപോസിബിൾ ആയിരിക്കുന്നു.